നമ്മുടെ സമൂഹം വ്യക്തികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് അപകർഷതാബോധം അഥവാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ആൽഫ്രഡ് അഡ്ലർ എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത് എല്ലാ അഡിക്ഷൻ്റെയും മൂലഹേതു ഈ അപകർഷതാബോധമാണ്. അപകർഷതാബോധം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ മറ്റുള്ളവരുടെ ഒപ്പം എത്തുന്നില്ല, അല്ല എനിക്കെന്തോ കുറവുകളുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാളും പിന്നിലാണ് എന്ന് ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ ഉള്ള ചിന്ത. ചില ആൾക്കാർക്ക് ഇത് ബോധ മനസ്സിലുണ്ടാകാം, ചില ആൾക്കാർക്ക് ഇത് ബോധ മനസ്സിലില്ല. അതാണ് കൂടുതൽ അപകടം. പക്ഷെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കിടപ്പുണ്ട്. അപ്പോൾ ഇത്തരമുള്ള ആൾക്കാർ അഡിക്ഷനിലേക്ക് പോകാൻ, പലതരത്തിലുള്ള ലഹരിയിലേക്ക് പോകാൻ സാധ്യത ഏറെയാണ്. ഇതൊരു വലിയ റോങ് പ്രോഗ്രാമിംഗ് ആണ്. ഇവരുടെ ചൈൽഡ്ഹുഡിലുണ്ടായ പ്രശ്നങ്ങൾക്കുണ്ടാകാം, കൗമാരത്തിലുണ്ടായ വിഷയങ്ങൾക്കുണ്ടാകാം. അപ്പോൾ ഈ റോങ് പ്രോഗ്രാമിങ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല എങ്കിൽ ഈ വ്യക്തി ലഹരിക്ക് അടിമയാകും. ലഹരി എന്ന് പറഞ്ഞാൽ കേവലം മദ്യപാനം മാത്രമല്ല, മദ്യപാനമാകാം, നിക്കോട്ടിൻ പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, കഞ്ചാവ്, LSD പോലെയുള്ള ലഹരി വസ്തുക്കളാകാം, ബ്ലൂ ഫിലിമിന് അഡിക്റ്റ് ആകാം, ഈ സീരിയൽ പോലെയുള്ള, നമുക്കറിയാം പല സ്ത്രീകളും ഇന്ന് ഈ സീരിയലിന് അഡിക്റ്റാണ്. ഇത് മറ്റൊരു അഡിക്ഷനാണ്. പരദൂഷണം പറയാന്നുള്ള ഒരു അഡിക്ഷനാണ്. ഗോസിപ്പുകൾ പറയാന്നുള്ള ഒരു അഡിക്ഷനാണ്. ഇങ്ങനെ ഏതെങ്കിലുമുള്ള ഒരു ലഹരി അഥവാ മതം മറ്റൊരു അഡിക്ഷനാണ് കേട്ടോ. മതം കൊണ്ട് മതം ഇളകി എന്ന് പറയുന്ന പോലെ അത് മറ്റൊരു അഡിക്ഷനാണ്. അമിതമായ മതാത്മകത, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അഡിക്ഷനിലേക്ക്. കാരണം അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അയാളിൽ തന്നെ വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ല, തൻ്റെ സ്വത്വത്തിൽ വേണ്ടത്ര ആത്മവിശ്വാസമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും, ആ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ഹോൾഡ് ചെയ്യണം. മറ്റെന്തെങ്കിലും ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. എക്സ്റ്റേണലായിട്ടുള്ള എന്തെങ്കിലും ഹോൾഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലഹരികളിലേക്ക്, അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവർക്ക് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അവരെ ആ പ്രോഗ്രാമിങ്ങിൽ നിന്ന്, ആ റോങ് പ്രോഗ്രാമിൽ നിന്ന് മുക്തമാക്കുവാനും അവരുടെ ലഹരിയിലേക്ക് നയിക്കുന്ന, ലഹരിക്ക് കാരണമാകുന്ന ഈ മൂലഹേതുവിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും സാധിക്കും. നിങ്ങൾ ഇത്തരം ലഹരികൾക്ക് അഡിക്ഷന് അടിമപ്പെട്ട ആൾക്കാരെ ശ്രദ്ധിച്ചു കൊള്ളുക. ഇതിന് അഡീഷണലായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത് ഈ ലഹരിക്ക് കാരണമായിട്ടുള്ളത് റിപ്രസ്ഡ് അർജസ് എന്ന് പറയും. റിപ്രസ്ഡ് അർജസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന സപ്രഷൻ. ചൈൽഡ്ഹുഡിൽ പേരൻസോ മുതിർന്നവരോ ആരെങ്കിലുമായിട്ട് ഇവരെ അടിച്ചമർത്തുക. ആ കുഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ആ കുഞ്ഞിനെ അടിച്ചമർത്തുന്ന അവസ്ഥ. അപ്പോൾ അത് അവൻ്റെ മനസ്സിലേക്ക് ഇത് അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അത് പിന്നീട് അങ്ങനെ സപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് പിന്നെ എന്തെങ്കിലുമായിട്ട് അത് തിരിച്ചു വരും. നമ്മളൊരു ബോൾ ഒരു ഭിത്തിയിലേക്ക് എറിയുമ്പോൾ തിരിച്ചു വരുന്നത് പോലെ അതിൻ്റെ പ്രതിഫലനം പിന്നീട് അവൻ്റെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ആ ഒരു സപ്രഷനിൽ നിന്ന് ഇവന് അഡിക്ഷനിലേക്ക് പോകും. മറ്റൊന്ന് ഫ്രോയിഡ് പറയുന്നത് ഓറൽ ഡിപ്പെൻഡൻസിയാണ്. ഓറൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ വദന വരൾച്ച. ഒരു കുഞ്ഞ് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ ശരിക്കും മുല കുടി കിട്ടാതെ വരിക, അല്ലെ അമ്മയിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ആ കെയർ കിട്ടാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇവന് ഓറലായിട്ട് വായു കൊണ്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ബീഡിയാകാം, സിഗരറ്റ് ആകാം, മദ്യമാകാം, ആ രീതിയിലുള്ള ഇപ്പം ചവയ്ക്കുന്ന പല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വായിൽ വെച്ച് ചവയ്ക്കുന്ന സാധനങ്ങൾ, ഈ നാക്കിൻ്റെ ഒട്ടിലൊട്ടിക്കുന്ന സ്റ്റാമ്പ് പോലുള്ള ലഹരി വസ്തുക്കളെല്ലാം സർവ്വസാധാരണമാണല്ലോ. ഇത്തരം ലഹരിയിലേക്ക് ഈ കുട്ടി പോകാനിടയാകുന്നു. മറ്റൊന്ന് പറയുന്നത് നീഡ് ഫോർ സെക്യൂരിറ്റി. ആ കുഞ്ഞിന് ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ വന്നാൽ, തൻ്റെ ജീവിതത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ സുരക്ഷിതത്വ ബോധമില്ല, വേണ്ട രീതിയിൽ എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതൊക്കെ ഉപബോധ മനസ്സിൽ സംഭവിക്കുക. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ബോധ മനസ്സ് പോലും ശരിക്കും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പം ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപബോധ മനസ്സിലേക്ക് പോവുകയാണ്. അത്തരം ഒരു അരക്ഷിതാവസ്ഥയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ലഹരിയിലേക്ക് പോകാം. അപ്പം ഇതെല്ലാം ഇവൻ്റെ ഉപബോധ മനസ്സിൽ റോങ് പ്രോഗ്രാമിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത് പേരൻ്റൽ ഹേറ്റ്രഡ്. മാതാപിതാക്കളോട് കഠിനമായി വെറുപ്പ് വരിക. അത് തീരെ കുഞ്ഞായിരിക്കണമെന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ബാല്യത്തിലാകാം, കൗമാരത്തിലാകാം.
മാതാപിതാക്കൾ വേണ്ടത്ര കെയറും ശ്രദ്ധയും കുട്ടികൾ കൊടുത്തില്ല എങ്കിൽ, അവരുടെ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ, മാതാപിതാക്കൾ ഇമ്മോറലാണെങ്കിൽ, ചില മാതാപിതാക്കൾ ഇമ്മോറലായിട്ട് പോകും. അപ്പം കുട്ടികൾക്കത് വളരെയധികം മാനക്കേടുണ്ടാകും. അങ്ങനെയുള്ള മാതാപിതാക്കളുള്ള പേരൻ്റൽ ഹെയ്ട്രഡ് ഇവരുടെ മനസ്സിൽ റോങ് പ്രോഗ്രാമിംഗ് സൃഷ്ടിക്കാം. അതുപോലെ സെൽഫ് പണിഷ്മെൻറ്റ്, സൂയിസൈഡൽ ഓർ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. സെൽഫായിട്ട് പണിഷ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഇവരിലുണ്ടാകുന്നു. അത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. സെൽഫ് സപ്രഷൻ പോലെ തന്നെ ഒരു സെൽഫ് പണിഷ്മെൻറ്റ്. ഇത്തരമുള്ള മെൻ്റൽ വേവ്സ് അവരുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാമിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഈ പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് അഡൽട്ട് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലഹരി വസ്തുക്കൾ, ഓക്കെ, അതിൽ TV സീരിയൽ കാണുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മൈൽഡായിട്ട് എടുക്കാം. പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അമിതമായ മദ്യത്തിന് അടിമയാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ലഹരിയിലേക്ക് പെരുമാറാം. അപ്പോൾ ഈ NLP വഴി ഇവരുടെ മൈൻഡിൽ രൂഢമൂലമായിരിക്കുന്ന വിഷയം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുശേഷം ഇവരുടെ മൈൻഡിൽ നിന്ന് ഒരു സർജറി പോലെ, അത് NLPയിൽ തന്നെ NLP ആൻഡ് ഹിപ്നോസിസ് എന്ന് പറയുന്ന കമ്പൈൻഡ് ടെക്നിക്കുണ്ട്. NLP ഹിപ്നോസിസും കൂടെ രണ്ടും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കുകയും ഇവരുടെ മൈൻഡിൽ നിന്ന് അത് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തിയെ റോങ് പ്രോഗ്രാമിങ്ങിൽ നിന്ന്, ബോധ മനസ്സുള്ളതാകട്ടെ ഉപബോധ മനസ്സുള്ളതാകട്ടെ, റോങ് പ്രോഗ്രാമിങ്ങിൽ നിന്ന് അവരെ വിമുക്തമാക്കി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഈ പേഴ്സണാലിറ്റി ഡിഫക്റ്റ് മാറുകയും ആ വ്യക്തി നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അപകർഷതാബോധമുള്ള വ്യക്തിക്ക്, ആത്മവിശ്വാസക്കുറവുള്ള വ്യക്തിക്ക് പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ഒഴിവാക്കുന്ന കാര്യമാണ്. ഇത്തരം വ്യക്തികൾക്ക് പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുക്കുക. അങ്ങനെ പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുത്തുകൊണ്ട് അവൻ്റെ അപകർഷതാബോധത്തെ മാറ്റുക, അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അവൻ്റെ പൊട്ടൻഷ്യാലിറ്റി, ശരിക്കുള്ള ആ വ്യക്തിയുടെ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല പൊട്ടൻഷ്യാലിറ്റി ഉണ്ടാകും, നല്ല മാനസികമായ കഴിവുണ്ട്, നോളേജ് ഉണ്ട്, സ്കില്ലുണ്ട്, പക്ഷേ അപകർഷതാബോധം കൊണ്ട് ആ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഈ വ്യക്തിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ പോസിറ്റീവ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്.